പൗരത്വ നിയമം ഭേദഗതി ചെയ്തപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയം ജനിപ്പിച്ച CPM വകുപ്പ് നിയമ ഭേദഗതി വരുമ്പോഴും അതേ തന്ത്രം പയറ്റുകയാണെന്ന് BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് NDA ആലഞ്ചേരി വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നമുക്ക് അവരെ തികഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കാം. നമുക്ക് അറിയാം, സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ഇവർ പറഞ്ഞു. ഇവര് ആ ശബരിമലയിലേക്ക് എവിടുന്നോ ഉള്ള 2-3 സ്ത്രീകളെയുമായി അവരുടെ വിശേഷണങ്ങൾ ഞാൻ പറയുന്നില്ല. ഞാനന്ന് പമ്പയിലുണ്ട്. അവരെയുമായി സ്ത്രീ ശാക്തീകരണവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് എഴുന്നള്ളിക്ക് വന്ന പിണറായി വിജയ, താങ്കളുടെ പാർട്ടിയുടെ ഒരു മെമ്പർ ഈ നാട്ടിൽ നിന്നും താങ്കളുടെ പാർട്ടിയുടെ നേതാക്കളുടെ ശല്യം കാരണം ഒളിച്ചോടിയപ്പോൾ താങ്കൾ എവിടെയാണ് എന്ന് ശ്രീ പിണറായി വിജയ എന്ന് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇടതുപക്ഷത്തിന് ഇവിടെ മറുപടി പറഞ്ഞാൽ മതിയാകും. ഞങ്ങളിവിടെ മുമ്പോട്ട് വെക്കുന്നത് രാഷ്ട്രീയമാണ്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ചും ഭാരതീയ ജനതാ പാർട്ടി എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സൂചിപ്പിച്ചു. ഞാൻ വലിയ വിശദീകരണത്തിലൊന്നും പോകുന്നില്ല. ഞാൻ എന്തുകൊണ്ട് BJP ആയി എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ എന്തുകൊണ്ട് BJP ജയിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, ഇന്ന് 24-ാം തീയതി, ഇന്നലെ 23-ാം തീയതി കേരള സംസ്ഥാനത്ത് ഒരു ബൈ ഇലക്ഷൻ റിസൾട്ട്, 3 ബൈ ഇലക്ഷൻ റിസൾട്ട് വന്നു. ഇവിടെയുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളും ആലഞ്ചേരി 17-ാം വാർഡിൽ ഡിസംബർ 10-ാം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷൈനി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ആലഞ്ചേരിയിൽ വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ലോകത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളും സ്ത്രീകളും ഏറ്റവും സുരക്ഷിതമായി കഴിയുന്ന ഇടമാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം. ആലഞ്ചേരിയിലെ വനിതാ ജനപ്രതിനിധി രാജിവെച്ച് നാടുവിട്ടുപോകാൻ കാരണക്കാരായ CPM നേതൃത്വം വീണ്ടും വോട്ട് തേടി വരുന്നത് അപഹാസ്യമാണെന്നും ഷോൺ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു ബൈ ഇലക്ഷൻ വരാനുള്ള കാരണം, ഇപ്പോൾ സ്വാഭാവികമായി ഞാൻ ഇന്ന് വന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കണം എന്ന് ഓർത്താണ് ഞാൻ നിഷ്പക്ഷനായ മറ്റൊരു വ്യക്തിയെ വിളിച്ച് എന്താണ് ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്ന് ചോദിച്ചത്. ഒരു 4-5 മിനിറ്റ് കൊണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ബൈ ഇലക്ഷൻ നടന്നതെന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴാണ് ഞാൻ അതിലും വലിയ പ്രതിസന്ധിയിലായിപ്പോയത്. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ ബൈ ഇലക്ഷൻ ഉണ്ടായത് എന്ന് എനിക്കൊരു മൈക്കിലൂടെ പ്രസംഗിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ ബൈ ഇലക്ഷൻ എന്തുകൊണ്ട് ഈ നാട്ടിൽ വന്നു എന്ന്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് മൈക്കിലൂടെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇരിക്കുന്നൊരു വേദിയിൽ ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. ഞാൻ വീണ്ടും പ്രതിസന്ധിയിലായിപ്പോയി. ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു മെമ്പർ രാജിവെച്ച് പോകുന്ന സാഹചര്യമുണ്ടായി. ആ രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായതിൽ ഈ നാട് ഭരിക്കുന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ അനുശേചനായ നേതാവിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമല്ലാത്ത ആ വ്യക്തിയിൽ നിന്നും എനിക്കറിയാൻ കഴിയും. BJP വാർഡ് പ്രസിഡന്റ് A. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിവിധ പാർട്ടികളിൽ നിന്നും വന്നവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഡിസംബർ 10-ാം തീയതി ആലഞ്ചേരി വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നല്ലവരായ നാട്ടുകാർ തനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് സ്ഥാനാർത്ഥി ഷൈനി എം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ, സ്ഥാനാർത്ഥി ഷൈനി എം, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ B. വിജയമോഹനൻ, മണ്ഡലം പ്രസിഡന്റ് S. ഉമേഷ് ബാബു, ജനറൽ സെക്രട്ടറി ഗിരീഷ് അമ്പാടി, ജില്ലാ വൈസ് പ്രസിഡന്റ് S. പത്മകുമാരി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുമൻ ശ്രീനിവാസൻ, KS ബാബുരാജൻ, R. ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് BG രഞ്ജിത്ത്, പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് SL അഖിൽ, ജനറൽ സെക്രട്ടറി P. വിഷ്ണു, മണ്ഡലം ഭാരവാഹികളായ R. അനിൽകുമാർ, R. സുരേഷ്, മോർച്ച മണ്ഡലം പ്രസിഡന്റുമാരായ S. ചന്ദ്രലേഖ, B. ഉദയലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആലഞ്ചേരി ദേശത്ത് നല്ലവരായ നാട്ടുകാരെ വഞ്ചിച്ചുകൊണ്ട് ഈ 17-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ആൾക്കാർക്കും അറിയാം എന്താണ് സംഗതി എന്ന്. എങ്കിലും ഈ അടിച്ചേൽപ്പിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഹങ്കാരത്തിനും ക്രൂരതയുടെയും ഫലമാണ് ഇന്ന് ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിന് നമ്മളിവിടെ വന്ന് നിൽക്കേണ്ടി വന്നത്. റിപ്പോർട്ടർ സജി അഞ്ചൽ.
പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.